ഈ പൂച്ച കണ്ടോ, ഇതെനിക്ക് ആമസോൺ പറ്റിച്ച പണിയാണ്. 500 രൂപയാണ് ഈ പൂച്ചയുടെ വില. അതിനകത്ത് ഞാൻ വിചാരിച്ചു ഇതിൽ സൗണ്ട് ഉണ്ടാവും, ഞാൻ വിചാരിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് എഴുതിയിട്ടില്ലായിരുന്നു, അതൊരു സത്യം. പക്ഷേ ഇതേപോലെ ഇരിക്കുന്ന ഒരു പൂച്ച അതിന് മുൻപ് 2-3 വർഷം മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അതിന് സൗണ്ട് വരുമായിരുന്നു. അതിൽ നമ്മൾ ഇവിടെ വയറ്റത്തൊരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞ ഉടനെ ഞാവെന്ന് പറയും. അപ്പോൾ കുട്ടികൾക്കതൊരു രസമായിരുന്നു. ഇത് അതുപോലെയാണ്, അതേ ഒരു മട്ട് ഓറഞ്ച് പൂച്ചയാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ പടത്തിൽ കണ്ട ഭംഗിയൊന്നുമില്ല. തന്നെയല്ല ഇതിൻ്റെ വായും മൂക്കും ഒന്നും ശരിയല്ല. ഇത് കണ്ടോ. പിന്നെ സോഫ്റ്റ് ടോയ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റൊക്കെയാണ്, പക്ഷേ എന്നാലും ഇതൊക്കെ വളരെ ലോ ക്വാളിറ്റി സാധനമാണ്. ഇത് നമ്മൾ ഉത്സവപ്പറമ്പിൽ വില പേശി ഒരു 150 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഐറ്റമാണിത്. ഓക്കെ, ഒരു 150 രൂപയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ഐ ആം ഹാപ്പി. നമുക്കിത് ഓക്കെയാണ്. നമുക്കറിയാം ഇതിൻ്റെ വിലയ്ക്ക് ഈ ഒരു സാധനം കിട്ടും. പക്ഷേ 500 രൂപയ്ക്ക് ഓൺലൈൻ മേടിക്കുമ്പോൾ നമുക്ക് ഇതല്ല കിട്ടേണ്ടത്, ഇതിനേക്കാൾ നല്ല സാധനമാണ് കിട്ടേണ്ടത്. അതാണ് എൻ്റെ ഒരു മനസ്സ്. ഞാൻ ഓൺലൈൻ വാങ്ങിക്കുന്നത് തന്നെ നമുക്ക് പുറത്തുള്ളതിനേക്കാളും നല്ല സാധനം വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീരെ കുറഞ്ഞ വിലയിൽ മേടിക്കുമ്പോൾ നമുക്കറിയാം, മീഷോയിൽ നിന്നൊക്കെ 100 രൂപയ്ക്കും 90 രൂപയ്ക്കൊക്കെ മേടിക്കാൻ നമുക്കറിയാം അത് ലോ ക്വാളിറ്റി ഐറ്റം ആയിരിക്കും. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മേടിക്കുന്നത്. ആമസോണിൽ നിന്ന് ഞാൻ 500 രൂപ കൂടുതലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് നല്ല സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അത്രയും പൈസ മുടക്കി മേടിക്കുന്നത്. ഇതെന്തായാലും ഞാൻ റിട്ടേൺ അയക്കാൻ പോവാണ്. ഇതെനിക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സാധനം വന്നതിൽ. അത് സൗണ്ടെങ്കിലും കേൾക്കുകയാണെങ്കിൽ വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ.